guys, welcome to AM Tales. ഇന്ന് നമ്മളൊരു വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടർക്കി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ടർക്കിഷ് പോച്ച്ഡ് എഗ്സ് അഥവാ ചിൽബർ. നമുക്ക് ചിൽബർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് യോഗേർട്ട് ആണ്. ഫാറ്റ് ഫ്രീയോ ഫാറ്റ് ഉള്ളതോ ഏതെങ്കിലും ഒരു ടൈപ്പ് യോഗേർട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 എഗ്ഗ് വേണം. ഒരു എഗ്ഗ് ആണെങ്കിലും കുഴപ്പമില്ല, 2 എഗ്ഗ് പ്രിഫറബിളി. പിന്നെ നമുക്ക് ഒരു ഗാർലിക് വേണം മിൻസ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ഗാർലിക്കാണ് 2 ആഡ് ചെയ്യാം. പിന്നെ വൺ ഓഫ് ദി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലുള്ളത് ഡിൽ ലീവ്സ് ആണ്. ഈ ഡിൽ ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അത്ര അർജൻ്റ് അല്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിൽ കുറച്ച് ഫ്ലേവർ കൊടുക്കും. ഞാൻ ഇത് യൂഷ്വലി വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഡിൽ ലീവ്സ് യൂസ് ചെയ്യാറില്ലായിരുന്നു. ഡിൽ ലീവ്സ് ഇസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. അത് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കൊടുക്കും. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഒരു ഫ്ലേവർ കൊടുക്കും. പിന്നെ നമുക്ക് ബ്രെഡ് വേണം ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് ബ്രെഡ് മതി, നിങ്ങളുടെ ചോയ്സ് ഓഫ് ബ്രെഡ് വേണം. പിന്നെ നമുക്ക് ബട്ടർ വേണം. പിന്നെ ഇതിലില്ലാത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾട്ട് വേണം, പെപ്പർ വേണം, ചില്ലി ഫ്ലേക്സ് വേണം, പിന്നെ നമുക്ക് വിനീഗറും വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് 3 ലെയർ ആയിട്ടാണ്, 3 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിനൊരു യോഗർട്ട് സോസ് പോലെ ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ പൗച്ച്ഡ് എഗ്സും പിന്നെ അതിന്റെ മുകളിൽ ചില്ലി ബട്ടറും, അങ്ങനെ 3 ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ യോഗർട്ട് സോസ് ഉണ്ടാക്കിയാലോ, യോഗർട്ട് ബേസ് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മുടെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഗാർലിക് മിൻസ് ചെയ്യണം. ഭയങ്കര സ്മോൾ പീസസ് ആക്കിയിട്ടാണ് ഗാർലിക് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അത് എത്ര സ്മോൾ ആക്കാൻ പറ്റുമോ അത്രയും സ്മോൾ ആക്കാം. അതിന് ശേഷം നമുക്ക് ഡിൽ ലീവ്സ് എടുത്തിട്ട് അതും ഭയങ്കര സ്മോൾ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഭയങ്കര സ്മോൾ പീസസ് ആക്കിയിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ യോഗേർട്ടാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. 2.5 എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 2-2.5 ടേബിൾ സ്പൂൺ ഓഫ് യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യുക ഈ ഡിൽ ലീവ്സ്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡിൽ ലീവ്സും പിന്നെ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻലി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. യോഗർട്ട് സോസ് ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ യോഗർട്ടും ഡിൽ ലീവ്സും പിന്നെ സോൾട്ടും പിന്നെ ഗാർലിക് മിക്സ് ചെയ്ത് ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മുടെ ബേസ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ എഗ്സ് പോച്ച് ചെയ്യാം. പൗച്ച്ഡ് എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് ആദ്യം ഡയറക്റ്റ്ലി വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്ട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ ലൂസായിട്ടുള്ള ആ വൈറ്റ് പാർട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസി ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാണ്ട് ചെയ്യാം, ഓപ്ഷണലാണ്. ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. ഇനി നമുക്ക് പൗച്ച്ഡ് എഗ്സ് തന്നെ വേണമെന്നില്ല. നമ്മൾ ബുൾസൈ ഉണ്ടാക്കിയിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നേരെ ബുൾസൈ അടിച്ചിട്ട് പൗച്ച്ഡ് എഗ്സ് വെക്കുന്നതിന് പകരം ബുൾസൈ വെച്ചാലും മതി, അതും അടിപൊളിയാണ്. അപ്പം നമ്മൾ പോച്ച്ഡ് എഗ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി ഒരു ഇൻഗ്രീഡിയന്റും കൂടി വേണം, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, വിനീഗറും കൂടി വേണം. നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചോണ്ടിരിക്കുന്നതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ്. വെള്ളം ഓവർ വിട്ടു പോവാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ നല്ലോണം തീ കുറച്ച് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് മുട്ട ആഡ് ചെയ്യുന്നത്. മുട്ട ആഡ് ചെയ്ത പാടെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കണം. അങ്ങനെ 2 മിനിറ്റ് നമ്മൾ ഇത് അടച്ചു വെക്കണം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അപ്പോൾ ഇത് നമ്മുടെ പോച്ച്ഡ് എഗ് റെഡി ആയിട്ടുണ്ടാവും. കുറച്ചും കൂടി ഒരു കൺസിസ്റ്റൻസി തിക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 മിനിറ്റ് വെക്കാം. അപ്പൊ നമ്മൾ വെള്ളം ഇവിടെ തിളച്ചു കഴിഞ്ഞാൽ നല്ല തീ കുറച്ച് വെച്ച് എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം.
പോച്ച്ഡ് എഗ് സെറ്റായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഷേപ്പിലൊന്നും അല്ല ആയിട്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഷേപ്പ് തന്നെ പോച്ച്ഡ് എഗ്സ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ടവൽസ് വിരിച്ചിട്ട് അതിലോട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര വാട്ടറി ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ആ മോയ്സ് കണ്ടൻറ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ടിഷ്യൂവിലോട്ടാണ് വെക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്, അടിപൊളിയായിട്ടാണ് കിട്ടിയത്. ഇപ്പൊ എഗ്സും റെഡി ആയി കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ ചില്ലി ബട്ടർ ഉണ്ടാക്കാം. ഇത് മൂന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അസംബിൾ ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ചില്ലി ബട്ടർ ഉണ്ടാക്കാൻ പോവാണ്. അതിനാദ്യമായിട്ട് നമുക്ക് ഇതിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയ പാടെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം പിന്നെ അത് ചൂടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കരഞ്ഞു പോകും. നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് തീന്നൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക, ഓപ്ഷണലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നമ്മുടെ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മളിത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷൻ. സോ ആദ്യം തന്നെ നമ്മൾ ആ യോഗർട്ട് ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ബേസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നമ്മുടെ പൗച്ച്ഡ് എഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ പൗച്ച്ഡ് എഗ്സിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം എഗ്ഗിൽ സോൾട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ചില്ലി ബട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് വേണ്ട ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു. കുറേ വേണമെങ്കിൽ കുറേ ആഡ് ചെയ്യുക, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചിൽബർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടർക്കിഷ് പോച്ച്ഡ് എഗ്സ്. സെറ്റല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ്, ടർക്കിഷ് പോച്ച്ഡ് എഗ്സ് അഥവാ ചിൽബർ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടർക്കിയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും യോഗർട്ടും പിന്നെ എഗ്ഗും ഒക്കെ വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഭയങ്കര ടേസ്റ്റാണ്. എഗ്ഗും ഈ ബട്ടറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. സോ ഞാനിത് പോയി കഴിക്കട്ടെ. അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ ഇത് എങ്ങനെയാ തിന്നുന്നതെന്നും കൂടി കാണിച്ചു തരാം, കാരണം അത്രക്കും ടേസ്റ്റിയാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയ പാടെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഇത് ഉണ്ടാക്കുക പറഞ്ഞു. ഞാൻ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇതൊരു ടർക്കിഷ് പോച്ച്ഡ് എഗ് ആണെന്നോ ഇത് ചിൽബർ ആണെന്നൊന്നും അറിയാതാണ് ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് വട്ടം ഉണ്ടാക്കിയ ഒരു ഡിഷാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിനോടൊക്കെ വിളിച്ചിട്ട് അഫ്ല ഉണ്ടാക്കുന്നൊക്കെ കുറേ വട്ടം പറഞ്ഞ ഒരു ഡിഷാണ്, കാരണം അത്രക്കും ടേസ്റ്റാണ്. സോ എല്ലാവരും പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. മസ്റ്റ് ട്രൈ ആണ്, ഗ്യാരണ്ടീഡ് ആണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.